സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് കുറച്ച് ഇഞ്ചി നടാനുണ്ട് കേട്ടോ. ഇഞ്ചി നമ്മൾ ഇങ്ങനെ പറിച്ച് ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ഇങ്ങനെ മുള പൊട്ടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറിച്ചിട്ട് നമ്മളത് ഇഞ്ചി നടാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അതെങ്ങനെ നടുന്നതെന്നുള്ള വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആടെയുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കൃഷി വീഡിയോ, ചെടീൻ്റെ വീഡിയോ, ഒരുപാട് ചെടികളും കൃഷിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അടിയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇത് ഇഞ്ചി നടുന്നത്. ഇഞ്ചി ഇവിടെ നടന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കണ്ടില്ലേ, ഈ തക്കാളി ഉണ്ടാക്കിയിട്ട് തക്കാളി ശരിയായില്ല കേട്ടോ. തക്കാളിക്ക് ഒരു കേട് വന്നു. പിന്നെ കീടനാശിനിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് കീടനാശിനി അടിച്ച് നമുക്ക് വീടിൽ നിന്ന് വാങ്ങാമല്ലോ, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുന്നുണ്ടാക്കാം. നമ്മൾക്ക് തന്നെ കഴിക്കാൻ പറ്റിയ നല്ല പച്ചക്കറി വേണമെന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ അത് പുഴുക്കേട് എന്തോ കേട് വന്നിട്ട് അതിൻ്റെ അടിയിലുള്ള എന്തോ കേട് വന്നിട്ട് ഇതൊക്കെ നാശമായിട്ടോ. അപ്പോൾ അത് നമ്മൾ പറിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് പറിച്ച് നമ്മൾ ഒരു സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. മണ്ണ് നല്ല ഉറച്ച് പോയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇത് പറിച്ചിട്ട് കിട്ടണില്ല എന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് വളമൊക്കെ ഇട്ട് നമുക്ക് ആ വളമൊക്കെ നഷ്ടമായിട്ടോ, അതുകൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടായില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കുറച്ച് ഇഞ്ചി നട്ടിരുന്നുണ്ടോ, അതൊന്ന് നമുക്കൊന്ന് കിളച്ച് നോക്കാം. അതിൽ ഇഞ്ചി ഉണ്ടോ എന്ന് നോക്കട്ടോ. അപ്പോൾ നമ്മളിത് കൊത്തുമ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ഇത് ഇവിടെ ഇഞ്ചി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോ വിശദമായിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുള്ള ഒരു 3 മരട് ഇഞ്ചിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അത് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു കിലോൻ്റെ അടുത്തുണ്ട്. അത് നമുക്ക് വിത്തിന് എടുക്കുക. നല്ലതൊക്കെ നോക്കിയിട്ട് നല്ല ഭാഗങ്ങൾ നോക്കിയിട്ട് വിത്തിനെടുക്കുക. ബാക്കിയുള്ള നമുക്ക് കറിയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. നമ്മളിനി ഇവിടെ ഏരിയ എടുക്കുകയാണ്. നമ്മൾ ഏരിയ എടുക്കാമെന്നും തറ എടുക്കാമെന്നും കൂന കൂട്ടുകയെന്നൊക്കെ പല ആൾക്കാരും പലതും പറയും കേട്ടോ. നമ്മളവിടെ ഏരിയ എടുക്കുകയെന്നാണ് പറയുക. ചെറിയ തിട്ട പോലെ പൊന്തിച്ചിട്ട് ഞാനത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. നല്ല ക്ഷീണമുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. ഇപ്പോൾ ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു, അത് തൂമ്പടച്ച് പോയിട്ടോ. തൂമ്പടക്കാറിന് അതിനൊരു കേടാണെന്ന് വലിയ മൈസൂർ പഴം വലിയ കൊല ഉണ്ടാകണമായിരുന്നു. അതിൻ്റെ ഇത് കണ്ടില്ല, ഇവിടെ ഒരു ഒരു കുരുടിപ്പ് വന്ന് ഇങ്ങനെ ആയി. ഇനി ഉണ്ടാവില്ല അത്. അപ്പോൾ നമ്മളത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കൊലക്കാറായ ഒരു വായായിരുന്നു. അപ്പോഴാണ് ഇതിന് ആ രോഗം വന്നത്. അപ്പോൾ ഇതിൻ്റെ കേടെന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പൈപ്പിന്മേൽ കുണ്ടാൽ പണിയുന്നു. അപ്പോൾ അന്ന് എനിക്ക് എന്താണെന്ന് കേട് എന്നുള്ളതൊന്നും അറിയണമല്ലോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത്രയും വലുപ്പമായിട്ടൊരു വാഴ കേടിടണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അതിനുണ്ടായിട്ടുണ്ടാവും. ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഇവിടെയാണ് ഈ തൂമ്പ് കണ്ട ചീഞ്ഞ് പോയിട്ടുണ്ട്. നല്ല പുഴുക്കളും എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ ഇത്രയും വളക്കെട്ട് ലാസ്റ്റ് കൊലക്കാനാകുമ്പോഴാണ് ഇതിൻ്റെ ഇതുണ്ടല്ലേ, ഇതൊക്കെ ചീഞ്ഞതാണ് കേട്ടോ. നല്ല ഒരു വാസനയുണ്ട്, ഒരു വൃത്തിയിട്ട വാസനയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കേട്. നമ്മൾ ആ വാഴ നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് വെട്ടിയത് തന്നെ നന്നായത്. അപ്പോൾ ഇവിടെ 2 ഇനം ഇഞ്ചിയാണ് കേട്ടോ. നാടൻ ഇഞ്ചിയും പിന്നെ ഇത് കുറച്ച് വലുതാണ് സൈസ് ഇഞ്ചിയാണ്. നാടൻ ഇഞ്ചി ഇതാണ് കേട്ടോ, നന്ന ചെറുത്.
ഈ ഒരു വലിയൊരു കഷ്ണം ഉപയോഗിക്കണത് ഈ ഒരു ചെറുത് ഉപയോഗിച്ചാൽ അതിലേറെ കൂടുതൽ എരിവും ഇതിൻ്റെ ഗുണമുണ്ട് കേട്ടോ. ഈ ചെറിയ ഇഞ്ചിക്ക് ഇത് നാടൻ ഇഞ്ചിയാണ്. പണ്ട് കാലം നമ്മൾ തനതായ നമ്മളെ ഇഞ്ചിയാണിത്. പിന്നെ ഇത് ഹൈബ്രിഡാണ് ഈ വരുന്നത്. അപ്പോൾ നമ്മൾ നാടൻ ഇഞ്ചിയാണ് ഏതോ പിന്നെ ഗുണം അതിനാണ് ഈ കാരം കേട്ടോ. അതിൻ്റെ ആ മുറിവായി കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ആ കളറും. അപ്പോൾ നമ്മൾ വലിയ ഇഞ്ചിയാണ് ഫസ്റ്റ് ഇവിടെ നടണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ആദ്യം അതിൽ വളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ താന്ന് പോകാൻ പാടില്ല. ഇഞ്ചി എപ്പോഴും നമ്മൾ കുഴിച്ചിടുമ്പോൾ കുറഞ്ഞ പിന്നെ താഴ്ചയിൽ കുഴിച്ചിടാൻ പാടുള്ളൂ. ഇഞ്ചിൻ്റെ വിത്ത് അടിയിലേക്ക് ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ മണ്ണിൻ്റെ മുകൾ ഭാഗത്തേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ മുള ഇങ്ങനെ കാണുന്ന രീതിയിൽ ആണ് നമ്മൾ ഇഞ്ചി നടേണ്ടത്. പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അകലം കൂട്ടി കൊടുക്കുക. ഞാൻ കുറച്ച് അധികം വിത്ത് ഉണ്ടായതുകൊണ്ട് കുറച്ച് അടുപ്പിച്ചാണ് നടണത്. അപ്പോൾ വിത്ത് കുറവാണെങ്കിൽ കുറച്ച് വലിച്ച് നടുകയൊക്കെ ചെയ്യാം കേട്ടോ. എങ്ങനെ ആയാലും പിന്നെ അല്ലാതെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉണ്ടാവലിന് കുറച്ച് കുറവ് കഴിക്കാറും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ നടത്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഫുള്ള് ഈ ഒരു ഏരിമേൽ നമ്മൾ ഈ വലിയ ഇഞ്ചിയാണ് നടണം കേട്ടോ. നാടൻ ഇഞ്ചി നമുക്ക് മറ്റേ അത് നാടൻ ഇഞ്ചി ഇവിടെ നടാത്ത കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാടൻ ഇഞ്ചിയാണ് ഇവിടെ നട്ടത്. അപ്പോൾ ഒരു സ്ഥലം മാറ്റം ഉണ്ടെങ്കിൽ അതിനൊരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് മറ്റേ ഭാഗത്തേക്ക് നട്ടത് കേട്ടോ. ഈ വെണ്ടക്കൊന്നും ഇവിടെ പറിച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇത് നട്ട് കഴിഞ്ഞിട്ടോ. വെണ്ടക്കൻ്റെ തൈയൊന്നും അവിടെ നിന്ന് കളഞ്ഞിട്ടില്ല. അതിന് വലുതാകുന്നതിനനുസരിച്ച് നമുക്കത് അവിടെ നിന്നാണ്ട് പറിച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗമാണ് നടാനുള്ളത്. അപ്പോൾ ഇഞ്ചി നടൽ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളാരും ഇഞ്ചി ഞാൻ നടണമാതിരി നടണ്ട കേട്ടോ. നല്ലോണം കളച്ച് പൊടിമണ്ണാക്കിയിട്ട് പിന്നെ വളമൊക്കെ ഇട്ടിട്ടാണ് ശരിക്കും ഇഞ്ചി നടേണ്ടത്. ഞാനത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് നട്ടുന്നുള്ളൂ. ഇതിലിഞ്ഞ് വളപ്പൊടിയൊക്കെ പിന്നെ ഓരോ കുയിലും മിഠായിലാണ് ഈ പിന്നെ ഇഞ്ചി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യണത് കണ്ടിട്ട് ആരും ഇതേണ്ട. ശരിക്കും ചെറിയൊരു പിന്നെ കൈക്കോട്ടുകൊണ്ട് ഒന്നുകൊണ്ട് കൊത്തിയിട്ട് അതിൽ കുറച്ച് വളപ്പൊടി എന്നിട്ട് അതിലാണ് ഈ ഇഞ്ചി നടേണ്ടത്. ഞാനിപ്പോൾ വളമൊന്നും ഇട്ടിട്ടില്ല, ഇങ്ങനെ കൊത്തി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വളം ഇട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. എൻ്റെ അടുത്ത് ലിക്വിഡ് വളം ഉണ്ട് കേട്ടോ, ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കണേ. അപ്പോൾ അതതിൻ്റെ ആ വളർച്ചൻ്റെ ഘട്ടത്തിൽ അതിനിങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിന് പിന്നെ കാലിവളമോ ഒരു വളം ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ മുളച്ച് ഇങ്ങനെയാണ് പൊന്തി വന്നാൽ ഞാൻ എൻ്റെ വളപ്രയോഗം തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഞാൻ പിന്തുടരേണ്ട നിങ്ങൾ പിന്തുടരേണ്ട. നിങ്ങളുടെ അങ്ങനത്തെ വളം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. വെണ്ടയ്ക്ക നമ്മൾ എന്നും അറക്കുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസവും നമുക്ക് 8-10 വെണ്ടയ്ക്ക നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് എന്നും കളക്ട് ചെയ്യുന്നുണ്ട്. ഇന്നും പറിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇന്നും എല്ലാ വെണ്ടയ്ക്കമ്മലും വെണ്ടയ്ക്ക ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ വെണ്ടയ്ക്ക ആയി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല പിന്നെ ടേസ്റ്റുള്ളൊരു വെണ്ടയ്ക്കയാണ്. ഈ സാമ്പാർ വെണ്ട എന്ന് പറഞ്ഞ വെണ്ടയ്ക്കയാണ് കേട്ടോ. അത് പിന്നെ ഇവിടെ റോസ് ഉണ്ടായിട്ടുണ്ടല്ലേ, റോസ്. ഇത് നല്ല റോസ് ആണ് കേട്ടോ. നല്ല കളറ് പിന്നെ ഉള്ള പൂവ്, നല്ല വാസനയുള്ള റോസാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്. നല്ല പിന്നെ നല്ല പൂക്കളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനി വെണ്ടക്കൻ്റെ കാര്യം പറഞ്ഞല്ലോ. വെണ്ടക്ക ഇപ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര വെണ്ടക്ക കിട്ടുമെന്ന് നമുക്ക് ഇവിടെ നോക്കിയാലറിയാം. ഇത് ഇമ്മലൊരു പൂവ് 1, പിന്നെ ഇതിന്മേലൊന്ന് 2, 3, ഇവിടെ 1, 4, 1, 5, 1, 6, 7, 8, 9, ഇവിടെ 1 വിരിഞ്ഞിട്ടുണ്ട്. 10 വെണ്ടയ്ക്ക നമുക്ക് ഒരു ദിവസം കിട്ടും കേട്ടോ. 10 അല്ല, ഇവിടെയും പൂവുണ്ട് കേട്ടോ. 11 വെണ്ട നമുക്ക് ഒരു ദിവസം പിന്നെ പറിക്കാണ്ടാവും കേട്ടോ.
11 വെണ്ടക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 300 ഗ്രാം ഇതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള പിന്നെ വെണ്ടക്ക അതിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി നീട്ടിക്കൊണ്ട് പോകണില്ല, അതിന്ന് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ അല്ല, ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്താണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.